എല്ലാവർക്കും നമസ്തേ. ഇന്നൊരു നോൺ വെജ് വിഭവമാണ് കേട്ടോ. ഗ്രീൻ ചിക്കൻ. ഗ്രീൻ ലീവ്സിൻ്റെ ഗ്രേവിയിൽ തന്നെ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷ് തന്നെയാണിത്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് 1 കിലോ ചിക്കൻ കറിക്കട്ടായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയുള്ള ചിക്കനാണ്. നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഒരു 10 വെളുത്തുള്ളി അല്ലിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി അരച്ചെടുത്തതാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതിൽ നിന്നും ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടാതെ ഒരു 1/4 കപ്പ് അധികം പുളിയില്ലാത്ത കട്ട തൈര് കൂടി ചേർത്ത് കൊടുക്കാം. അരമുറി നാരങ്ങയുടെ നീരും ചേർക്കാം. കൈകൊണ്ട് നന്നായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്തെടുക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം. ഇനി നമുക്ക് ഗ്രീൻ മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു 10 പച്ചമുളക് കട്ട് ചെയ്തത് മിക്സർ ജാറിലേക്ക് ചേർക്കാം. മുളക് പൊടിയൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്, 2 തണ്ട് കറിവേപ്പില, ഇത് 2 രമ്പയിലയാണ് പാണ്ടൻ ലീവ്സ്, അത് കട്ട് ചെയ്തതാണ്, അതും ചേർക്കാം. പാണ്ടൻ ലീവ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിനയില വേണമെങ്കിലും ചേർക്കാം. എങ്കിലും ഇതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് കേട്ടോ. 1 വലിയ കപ്പ് മല്ലിയിലയാണ്, അതും കൂടി ചേർക്കാം. അതിലോട്ട് 1 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ. ഇതിനി മാറ്റി വെക്കാം. ശേഷം കറി റെഡിയാക്കി എടുക്കാം. ഒരു പാനിലേക്ക് ഒന്നുകിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് വേണം ഈ കറി തയ്യാറാക്കാനായിട്ട്. ഇതിപ്പോൾ നെയ്യാണ് ഞാൻ ചേർക്കുന്നത്, 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ബട്ടർ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആകും കേട്ടോ. അതിലോട്ട് ഹോൾ മസാലാസ് ചേർത്ത് കൊടുക്കാം. 1 വലിയ കഷ്ണം പട്ട, 4-5 ഗ്രാമ്പൂ, 1 ചെറിയ കഷ്ണം തക്കോലം, കൂടാതെ 1 ബേ ലീഫ് കട്ട് ചെയ്തതും ചേർക്കാം. 4 ഏലക്ക ഒന്ന് ചതച്ചതും ചേർക്കാം. മസാല മൂത്ത് നല്ല മണം വരണം. ഇനി 2 സവോള തരിതരിപ്പായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് തന്നെ ഉള്ളി മൂക്കണം കേട്ടോ. അല്പം ഉപ്പും ചേർക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അതിലോട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കനും ഉള്ളിയും കൂടി ആ നെയ്യിൽ കിടന്ന് അത്യാവശ്യം ഒന്ന് വെന്ത് വരണം. ഇനി ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് അരച്ചു വെച്ച ഗ്രീൻ മസാലയും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സാക്കി എടുക്കാം. എല്ലാം കൂടി ഒരു 10 മിനിറ്റ് ഒന്ന് തിളച്ച് വരട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ആയിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കിയ ശേഷം ഒരു 10 കാഷ്യൂനട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ്, എന്നിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ്, അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണിത് കേട്ടോ. ലാസ്റ്റിൽ ഒരു നുള്ള് ഗരം മസാല കൂടി പുറത്തായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. വേണമെങ്കിൽ സവോള നീളത്തിൽ എറിഞ്ഞ് ഒന്ന് കരികരിപ്പായിട്ട് വറുത്തെടുത്ത് പുറത്തൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. 10 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നമുക്കിത് സെർവ് ചെയ്തെടുക്കാം. നീർദോശയ്ക്കൊപ്പമാണ് ഞാനിന്ന് സെർവ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഗ്രീൻ ചിക്കൻ അല്പം സെർവ് ചെയ്തെടുക്കാം. അടിപൊളിയാണ് നീർദോശയും ഗ്രീൻ ചിക്കനും. ഞാൻ അല്പം ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഒരു രക്ഷയുമില്ല കേട്ടോ, അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്. നല്ല വായിൽ അലിഞ്ഞിറങ്ങുന്ന നീർദോശയാണ്. അപ്പം ഈ ഒരു നീർദോശയുടെ റെസിപ്പി ഞാൻ പുറകെ ഷെയർ ചെയ്യുന്നുണ്ട്. ചിക്കനും സൂപ്പർ കോമ്പിനേഷനാണ് ഇത്. ചപ്പാത്തി, ഗീ റൈസ് എല്ലാത്തിനും ഒത്തുപോകുന്ന ഒരു ഡിഷാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്കും കഴിക്കണമെന്ന് തോന്നുന്നില്ലേ? ഉറപ്പായിട്ടും ചിക്കൻ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെടും.